ഗൈസ് കുറേ നാളായിട്ടോ ഒന്ന് കോഴിക്കോടൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാ. കുറേ അധികം പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നിട്ടാ. അതിൽ കുറച്ചെണ്ണം എന്തായാലും സാധിച്ചേ. ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു കുറേ നാളെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതും ഇന്ന് സാധിച്ചിട്ടോ. ട്രെയിനിലായിരുന്നു പോയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ ഒരു 6:30ക്കൊക്കെ ഞാൻ മുട്ടായിത്തെരുവിലെത്തിയിട്ടാ. അവിടെ പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ തളി ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ആ സമയത്ത് കുറേ ആൾക്കാർ ജോഗിങ് ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ വന്നായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം ഇരുന്നിട്ട് അതൊക്കെ നോക്കിയിരുന്നു. രാവിലത്തെ തണുപ്പ് കാരണം എനിക്ക് ഇട്ടിരുന്ന തൊപ്പി അഴിക്കാൻ പോലും തോന്നിയില്ല. സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സമയം അവിടെ തന്നെ ചുറ്റിപ്പറ്റി ഇരുന്നിട്ടാ. അത് കഴിഞ്ഞ് നേരെ അമ്പലത്തിലേക്ക് കയറിട്ടോ. കുറച്ച് നേരം അവിടുന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിരുന്നേ. അങ്ങനെ സമയം നോക്കുമ്പോൾ 7:20 അപ്പോൾ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് കയറിയിട്ടാ. അവിടുന്ന് ഒരു മസാല ദോശയും ചായയും മേടിച്ച് കഴിച്ചേ. രാവിലത്തെ ചായ കൂടി എന്തായാലും അതിൽ അവസാനിപ്പിച്ചിട്ടാ. അവിടുന്ന് പൈസയൊക്കെ കൊടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു അമ്മമ്മ ഫുഡ് മേടിച്ച് തരുമോ ചോദിച്ചേ. അങ്ങനെ അവർക്കുള്ള ഫുഡ് മേടിച്ച് കൊടുത്തിട്ടാ. രാവിലെ തന്നെ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ ഒരു മനസ്സുഖം ഉണ്ടായിരുന്നിട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മുട്ടായി തെരുവിലേക്ക് പോയേ. പോകുന്ന വഴിക്ക് ഒരു 500 രൂപ എടുത്ത്. അങ്ങനെ മുട്ടായി തെരുവിലെത്തിയിട്ട് കുറേ നേരം അവിടെയൊക്കെ നോക്കിയിരുന്നേ. ഈ എഴുത്തുകളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാട്ടോ വായിച്ചേ. രാവിലെ ആയതുകൊണ്ട് ആരും തന്നെ അവിടെ ഇല്ലായിരുന്നിട്ടാ. കുറേ സമയം ഞാനവിടെ പോസ്റ്റ് അടിച്ചിരുന്നിട്ടാ. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഷോപ്പുകളൊക്കെ തുറന്ന് ആളുകളൊക്കെ വരാൻ തുടങ്ങിട്ടോ. ഞാൻ പിന്നെ ഷോപ്പുകളൊക്കെ നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഷെയ്ക്ക് കുടിക്കാൻ തോന്നിയേ. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഐറ്റാട്ടോ ഈ ഷെയ്ക്ക്. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ച്. ചോറിന് സാമ്പാറില്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ സങ്കടം. അത് ഞാൻ എന്തായാലും ഈ കരിക്കൽ തീർത്തിട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് വേറൊരു അമ്മമ്മ വന്നിട്ട് ഫുഡ് വാങ്ങിത്തരുകയും ചോദിച്ചു. അവർക്കും കൂടെ വാങ്ങിക്കൊടുത്തിട്ടാ. ഇന്ന് 2 പേർക്ക് വാങ്ങിക്കൊടുത്തു. അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ 2 പേർക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ. അങ്ങനെ ഞാൻ നേരെ ബീച്ചിലേക്ക് എത്തിയിട്ടാ. കുറേ നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോകണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ അവിടെ കുറച്ച് വേസ്റ്റ് കണ്ടത്. അവിടെ മാത്രമേ കുറച്ച് വൃത്തികേടായിട്ടുണ്ടായിരുന്നുള്ളൂ ട്ടോ. അങ്ങനെ അതൊക്കെ പെറുക്കി ഞാൻ നേരെ വേസ്റ്റ് ബക്കറ്റിൽ ഇടാമെന്ന് വിചാരിച്ച്. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നാനുള്ള കാരണം നേഴ്സ് ബോയ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്കും ചെയ്യാൻ തോന്നുന്നത്. നമ്മൾ വെറുതെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുന്നതിന് പകരം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മളും കൂടെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുഡ് വാങ്ങിക്കൊടുക്കാൻ തോന്നിയതൊക്കെ യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടാട്ടോ. പ്രത്യേകിച്ച് ഇന്ദ്രജിത്ത് വ്ളോഗ്. ആ ചേട്ടൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ആ ചേട്ടൻ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കും തോന്നാറുണ്ട് എനിക്ക് ഇതുപോലെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം എന്നൊക്കെ. എന്തായാലും എനിക്ക് പറ്റുന്ന പോലെ ഇന്ന് എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിലും കുറച്ചുകൂടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ മെയിനായിട്ടുള്ള ആഗ്രഹം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഫുഡ് വാങ്ങിക്കൊടുത്തതും വേസ്റ്റ് കൊണ്ടുപോയി അതിലിട്ടതും അതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ ബൈ.